പറഞ്ഞത്. ഇങ്ങനെ വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാറ്റി നിർത്തിയാൽ ലോകത്തുള്ള സർവ്വജനങ്ങൾക്കും റഹ്മത്തായിട്ടാണ്, അനുഗ്രഹമായിട്ടാണ്, അനുഗ്രഹത്തിന്റെ കടാക്ഷമായിട്ടാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വരുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ഈ അല്ലാഹുവിന്റെ റസൂലിന്റെ റഹ്മത്ത് ആകയാൽ മനുഷ്യർക്കും മാത്രമല്ല ഈ ലോകത്തുള്ള കല്ലുകൾക്കും മരങ്ങൾക്കും അതുപോലെയുള്ള ജീവനുള്ള വസ്തുക്കൾക്കും ജീവനില്ലാത്ത വസ്തുക്കൾക്കും എല്ലാവർക്കും അല്ലാഹുവിന്റെ റസൂൽ അനുഗ്രഹമാണ്, റഹ്മത്താണ്. മതങ്ങളുടെ വേലിക്കെട്ടുകളില്ലാതെ, പ്രസ്ഥാനത്തിന്റെ അന്തരങ്ങളില്ലാതെ അതേ എല്ലാ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും എല്ലാം അല്ലാഹുവിന്റെ റസൂൽ റഹ്മത്താണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് നാം മറിച്ചു നോക്കുമ്പോൾ വളരെ വസ്തുനിഷ്ഠമായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വന്നിട്ട് യജമാനന്റെ കഠിനമായ ദ്രോഹം കാരണം, കഠിനമായ പീഡനം കാരണം ഒരു പശു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ വാചാലമായി സംസാരിച്ച സംഭവം ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലും ഹദീസിന്റെ താളുകളും മറിച്ചു നോക്കിയാൽ ഏതൊരു വിശ്വാസിക്കും കാണാൻ സാധിക്കുന്നതാണ്. ഈ പശു വന്നിട്ട് റസൂലുള്ളാഹിയോട് പറയുന്നു, ഓ ഹബീബായ മുഹമ്മദ് നബിയെ, എന്റെ യജമാനനെ കൊണ്ട് ഞാൻ പൊറുതിമുട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വേദനിച്ച് വെപ്രാളപ്പെടുന്ന പശുവിന്റെ മുന്നിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് വരുന്ന സർവ്വ പശുക്കൾക്ക് വേണ്ടിയും ശബ്ദിച്ച മഹാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അതേ സഹാബത്തുൽ കിറാമിന്റെ പ്രിയപ്പെട്ട കൊച്ചുമക്കൾ പക്ഷിക്കുഞ്ഞുങ്ങളുമായി റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വാത്സല്യത്തോടുകൂടെ ആ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ എങ്ങാനും പിടിച്ചുകൊണ്ടുപോയി നിങ്ങളെ ഉമ്മമാരിൽ നിന്നും മാറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കുക? അത് നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുകയില്ലെങ്കിൽ എങ്ങനെയാണ് ഈ പ്രാണികളായ ഈ ജന്തുക്കളെ കൊണ്ട്, ഈ ജന്തുജീവികളെ കൊണ്ട് നിങ്ങൾ പിടിച്ചു കെട്ടുന്നത് എന്തിനാണെന്ന് ചോദിച്ചു ആ സഹാബത്തിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വിശാവോട് നൽകിയ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കടിക്കുന്ന ഉറുമ്പാണെങ്കിൽ പോലും തീയിട്ടുകൊണ്ട് നശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഒരു ചെറിയ എറുമ്പിന്റെ കാര്യത്തിൽ പോലും ഈ സമുദായത്തിലേക്ക് വിശാവോട് നൽകിയ നേതാവുണ്ടെങ്കിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളല്ലാതെ മറ്റാരാണ്? ലോകത്ത് തുല്യതയില്ലാത്ത നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി. ആ നേതാവല്ലാതെ അദ്ദേഹത്തിന് തുല്യമായി വെക്കാൻ പറ്റുന്ന നേതാവാണ് അതാണുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തുൽ കിറാം ആ റസൂലിനെ മാറോട് വിളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിന് മുഴുവൻ വിളിച്ചറിയിച്ചു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഓ വിശ്വാസികളെ, അതേ നിങ്ങളെ സ്വയം നഫ്സിനേക്കാളും മാതാപിതാക്കളെക്കാളും മറ്റെല്ലാ സർവ്വജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുന്നവരെ നിങ്ങളാരും പരിപൂർണ്ണ വിശ്വാസികളാവുകയില്ല എന്ന് പഠിപ്പിച്ച ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ അനുചരന്മാരായ സഹാബത്തുൽ കിറാം, നമുക്കറിയാം സ്വന്തം ജീവൻ വരെ അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി സമർപ്പിക്കാൻ അവർ തയ്യാറായി. ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ അതേ തൂക്കിലേറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഹുബൈബിനോട് ശത്രുക്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഹുബൈബ്, നീ നല്ല യുവാവാണ്, ആരോഗ്യമുള്ളവരാണ്. ഈ സമയത്ത് ഈ നിന്റെ മുഹമ്മദിന്റെ നേതാവ് മുഹമ്മദിനിക്കായിരുന്നുവെങ്കിൽ അതുമായി പൊരുത്തപ്പെടാനും അതുമായി ഉൾക്കൊള്ളാനും നിനക്ക് തയ്യാറുണ്ടോ? നീ അതിന് തയ്യാറാണെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടാമെന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കളെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ശത്രുക്കളെ, എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ ഈ കൊലക്കൈ റസൂലുള്ളാഹിക്ക് വരുന്നത് ഞാൻ ഉൾക്കൊള്ളാൻ എനിക്ക് സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ ഹബീബിന്റെ തിരുത്താലത്തിൽ ഒരു മുള്ളു കലക്കുന്നത് പോലും ഈ പാവപ്പെട്ട ഹുബൈബിനിക്ക് സഹിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹുബൈബ് റളിയല്ലാഹു അൻഹു തന്റെ മുന്നിൽ തന്നെ കാത്തു നിൽക്കുന്ന കൊലക്കൈറിനെ സ്വാഗതം ചെയ്തിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ആലോചിക്കുക, ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ അവർ മാറോട് ചേർത്തു. അവരുടെ നഫ്സിനേക്കാളും ഉമ്മമാരുടെ നഫ്സിനേക്കാളും റസൂലുള്ളാഹിയെ അവർ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെയല്ലേ സഹാബത്തിന്റെ ചരിത്രങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും, അവിടുത്തെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ ആധാറുകളും അവിടുത്തെ തിരുകേശങ്ങളും അവിടുന്ന് ഒഴിവാക്കി കളയുന്ന ദഹങ്ങളും എല്ലാം സഹാബത്തിന്റെ മക്കൾ സഹാബത്തുൽ കിറാം സൂക്ഷിച്ച് ബർക്കത്തെടുക്കുമെന്ന് ചരിത്രത്തിന്റെ താളുകൾ പരിശോധിച്ചാൽ, ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ
യുദ്ധക്കളത്തിൽ ശത്രുക്കളോട് സന്ധിയിലെ സമരത്തിനിറങ്ങിയ സമയം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധങ്ങളെ യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്റെ തലയിൽ വെച്ചിരുന്നത് തൊട്ടി കാണാത്തതിന്റെ പേരിൽ യുദ്ധക്കളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് സഹാബത്ത് ചോദിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ്, എന്തിനാണ് ഈ സമയത്ത് യുദ്ധം കൊടുമ്പിരികൊള്ളുന്ന ഈ സമയത്ത് എന്തേ നിങ്ങൾ ഈ തൊപ്പിക്ക് വേണ്ടി തരുന്നതെന്ന് ചോദിക്കുമ്പോ ആ തൊപ്പിയുടെ ഉള്ളിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ തിരുകേശം, അവിടുത്തെ തലമുടി, 1-2 മുടികൾ ഞാൻ വെച്ചിട്ടുണ്ട്. ആ തൊപ്പി ധരിച്ച് യുദ്ധത്തിനിറങ്ങിയിട്ട് യുദ്ധത്തിൽ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട വലിയ ഹദീസ് വരെ പാഠമാക്കിയ 10 ലക്ഷത്തോളം ഹദീസ് പഠിച്ച ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ഭരണകൂടത്തിന്റെ നയത്തിനനുസരിച്ച് തൊഴിലാക്കുന്നതുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് അത് അല്ലാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ശത്രുക്കൾ അടിച്ചടിച്ച് ബഹുമാനപ്പെട്ടവർ അവശനാക്കിയപ്പോഴും ഒന്നും പ്രതികരിച്ചില്ല. മറിച്ച് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉപ്പായം ശക്തി പിടിച്ച് വലിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പൊട്ടിക്കരയുകയാണ്. എന്റെ ഈ കുപ്പായത്തിന്റെ പ്രത്യേകത, ബഹുമാനപ്പെട്ടവർ അവരോട് പറഞ്ഞു, ഇതിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഷാറ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കേശം ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ പൊളിച്ചു കളയില്ലേ ശത്രുക്കളെ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ചരിത്രം വിശാലമാണ്. ഇത്തരം ചരിത്രങ്ങളും ഹദീസുകളും ഒക്കെ മനഃപൂർവ്വം മൂടിവെച്ചുകൊണ്ട് തന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത് മുഴുവനും ചാടിക്കടക്കുകയാണ് എന്റെ പതിവ് എന്ന് പറഞ്ഞ ഓ അബ്ദുള്ളമാരും അവരെ പേറി നടക്കുന്ന കൈവെട്ടി കമ്പനികളോട് ഞങ്ങൾക്ക് ഈ സമയത്ത് വ്യക്തമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്, അതേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ കേവലം മനുഷ്യനാണെന്ന്, കേവലം നമ്മളെ പോലെ മനുഷ്യനാണെന്ന് പച്ചക്കള്ളം വിശുദ്ധ ഖുർആനിന്റെ പേരിൽ എഴുതിവിട്ട അതേ അത് വിസർജിക്കാൻ വേണ്ടി പത്രവാദം ഒഴിഞ്ഞുകൊടുത്ത ഈ കൈവെട്ടി കമ്പനികളോട് മുഴുവൻ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുവാനുള്ളത്, അല്ലാഹുവിന്റെ റസൂൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മദീന റൗള ശരീഫ്, അത് സൗദിയുടെ ഭരണം കിട്ടിയാൽ 2ാമത്തെ ദിവസം തച്ചുകൊളിക്കുമെന്ന് പറഞ്ഞ കേരളത്തിലെ വഹാബികൾ മുജാഹിദുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതേ ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ശരീരം മദീനയുടെ മണ്ണിൽ ജീർണിച്ചു എന്ന് പറഞ്ഞ മൗദൂദിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നടക്കരുത്. ഇസ്ലാമിനെ പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കാൻ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മജ്ജയിലും ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം നാം ഊട്ടിയുറപ്പിക്കണം. അങ്ങനെ ഊട്ടിയുറപ്പിക്കുമ്പോ ആ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളോടൊന്നിച്ച് നമുക്ക് സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി തരുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഈ റാലി നമ്മോട് സംബന്ധിച്ച ഒരുപാട് കാരണവന്മാർ, ഒരുപാട് യുവാക്കൾ, വിദ്യാർത്ഥികൾ, മുതഅല്ലിമീങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടം വെക്കുന്ന അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഉസ്താദുമാർ, ആലിമീങ്ങൾ, സംഘടനാ പ്രവർത്തകർ, നേതാക്കന്മാർ ആരെല്ലാം എവിടെയെല്ലാം ഏതെല്ലാം ഖബർസ്ഥാനിൽ വിശ്രമം കൊള്ളുന്നുണ്ടോ അവരുടെയൊക്കെ ഖബർ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്താക്കി കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൽ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും, ഞങ്ങളെ ശബ്ദം ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും ഒറ്റവാക്കിൽ നന്ദി ആശംസിച്ചുകൊണ്ട് 3 സലാത്തോടുകൂടെ ഈ മഹത്തായ നബിദിനാലിക്ക് സമാപ്തി കുറിച്ചതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.